ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ലക്ഷ്മീദേവി തനിക്ക് അനുരൂപനായ ഒരാളെ എത്ര തിരഞ്ഞിട്ടും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇനി ഒരു 3 ശ്ലോകം കൊണ്ട് പറയുകയാണ്. 20-ാമത്തെ ശ്ലോകം. നൂനം തപോ യസ്യ ന മന്യു നിർജയോ ജ്ഞാനം ക്വചിത് തച്ച ന സംഗവർജിതം കശ്ചിത് മഹാൻ തസ്യ ന കാമനിർജയഃ സഹ ഈശ്വരഃ കിം പരതോ വ്യപാശ്രയഃ. ഇവിടെ ദേവി നോക്കിയപ്പോൾ യസ്യ ഒരാൾക്ക് തപഃ തപശക്തിയുണ്ട്, പക്ഷേ മന്യു നിർജയഃ ന നൂനം കോപത്തിന്മേൽ പൂർണ്ണ വിജയം ഇല്ല. ഇത് ഉദ്ദേശിച്ചത് ദുർവാസാവ് മഹർഷിയെ ആണ്. ഇനി ചിലരെ നോക്കിയപ്പോൾ ക്വചിത് ജ്ഞാനമുണ്ട്, പക്ഷേ തത് ച സംഗവർജിതം ന ധനമാനാദികളിലുള്ള ആസക്തിയെ വർജിച്ചതായിട്ട് കാണുന്നില്ല. ഇവിടെ ഉദ്ദേശിച്ചത് ജ്ഞാനികളാണെങ്കിലും ധനത്തിനും ആ ആദരവിനും ഉള്ള അഭിലാഷത്താൽ ദേവാസുരന്മാരുടെ പുരോഹിതന്മാരായിരിക്കുന്ന ശുക്രനെയും ബൃഹസ്പതിയെയും ഒക്കെയാണ്. അവർ ജ്ഞാനികളാണ്, പക്ഷേ ഈ പുരോഹിത പദം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ധനനേട്ടത്തിനും ആദരവിനും വേണ്ടി സ്വീകരിക്കുന്ന പദങ്ങളാണ്. അതാണ് ദേവി അവരിൽ കണ്ട ഒരു കുറവ്. കശ്ചിത് മഹാൻ ഒരാൾ മഹിമയുള്ളവനാണ്, പക്ഷേ തസ്യ കാമനിർജയഃ ന കാമവികാരത്തിൽ വിജയം ഉണ്ടായിട്ടില്ല. ഇത് ഉദ്ദേശിച്ചത് ബ്രഹ്മാവിനെ കുറിച്ചാണ്. അദ്ദേഹം മഹിമാശാലിയാണെങ്കിലും താൻ തന്നെ സൃഷ്ടിച്ച സരസ്വതിയിൽ അഭിനിവേശം ഉണ്ടായ ആളാണ്. അതായിരുന്നു ബ്രഹ്മാവിൽ കണ്ട ഒരു കുറവ്. ഇനി പരതഃ വ്യപാശ്രയഃ എന്തിനും ഏതിനും മറ്റൊരാളെ ആശ്രയിക്കുന്ന സഹ അവൻ, അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടുന്ന ഇന്ദ്രൻ ഈശ്വരഃ കിം ത്രിലോകനാഥനാകുമോ? ഒരിക്കലുമില്ല. ഒരു പ്രശ്നം വന്നാൽ തനിക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തവൻ എന്നെ എങ്ങനെ നന്നായിട്ട് നോക്കും? ഓരോ സ്ത്രീയും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ദ്രനും തനിക്കൊത്തയാളല്ല എന്ന് ലക്ഷ്മി ദേവി തീരുമാനിച്ചു. 21-ാമത്തെ ശ്ലോകം. ധർമ്മഃ ക്വചിത് തത്ര ന ഭൂത സൗഹൃദം ത്യാഗഃ ക്വചിത് തത്ര ന മുക്തികാരണം വീര്യം ന പുംസഃ അസ്തി അജവേഗ നിഷ്കൃതം നഹി ദ്വിതീയോ ഗുണസംഗവർജിതഃ. ക്വചിത് ധർമ്മഃ ചിലരിൽ ധർമ്മബോധം കാണുമെങ്കിലും അവർക്ക് ഭൂതസൗഹൃദം ന ജീവികളോടുള്ള അനുകമ്പ കാണുന്നില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് പരശുരാമനെയാണ്. ധർമ്മപരായണനാണ്, പക്ഷെ നിഷ്കരുണം. തൻ്റെ അമ്മയെയും കൊന്നിട്ടുണ്ട്. പിന്നീട് ശാപമോക്ഷമായിട്ട് അമ്മയുടെ ജീവൻ തന്നെ ചോദിച്ചു. പക്ഷെ എന്നാൽ പോലും മാതൃഹത്യ ചെയ്തിട്ടുണ്ട്. സകല ക്ഷത്രിയ വംശ സംഹാരവും നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പരശുരാമനെ പോലെയുള്ളവരെയാണ് ഇവിടെ ദേവി ഭൂതാനുകമ്പ ഇല്ല എന്ന് കാണുന്നത്. ക്വചിത് ത്യാഗഃ തത്ര മുക്തികാരണം ന ചിലരിൽ നല്ല ത്യാഗബുദ്ധിയുണ്ട്, പക്ഷെ ആ ത്യാഗം മോക്ഷത്തിനുള്ള വഴിയായിട്ട് അത് ഉപയോഗപ്പെടുത്തിയില്ല. മഹാത്യാഗി എന്ന് പേരുകേട്ട ആളാണ് ശിബി ചക്രവർത്തി. പക്ഷെ ആ ത്യാഗം തൻ്റെ മുക്തിക്കൊരു വഴിയായിട്ട് അതെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പുംസഃ വീര്യമസ്തി അജവേഗ നിഷ്കൃതം ന ഒരു പുരുഷന് ശൗര്യമുണ്ട്, പക്ഷെ അതിനെ ആ കാലത്തിനനുസരിച്ച് സ്ഥിരമാക്കി വെക്കാൻ സാധിക്കുന്നില്ല.
ഇവിടെ കാർത്തവീരാർജുനനെ പോലെയുള്ളവർ ശൂരന്മാരാണെങ്കിലും ആ ശൗര്യത്തിനൊരു ശാശ്വത ഭാവം വരുത്താൻ സാധിച്ചിട്ടില്ല. ഇനി പൂർണ്ണരായി മുക്തരാണെങ്കിലോ അതും സാധിക്കില്ല. കാരണം ഈ ലോക ജീവിതത്തിൽ കുറച്ചൊക്കെ ഒരു അഭിനിവേശം ഉള്ളവരെ മാത്രമേ വിവാഹം കഴിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഗുണസംഗവർജിത ദ്വിതീയ നഹി, പ്രകൃതി ഗുണങ്ങളോട് പൂർണ്ണമായും ചേർച്ച വിട്ടിരിക്കുന്നവൻ വരനായിട്ട് ഭവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ സനകാദികളെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരെ കല്യാണം കഴിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. 22-ാമത്തെ ശ്ലോകം. ക്വചിത് ചിരായുർന ഹി ശീലമംഗളം ക്വചിത് തദപി അസ്തി ന വേദ്യം ആയുഷഃ യത്ര ഉഭയം കുത്രച സോ അപി അമംഗളഃ സുമംഗളഃ കശ്ച ന കാംക്ഷതേ ഹി മാം. ക്വചിത് ചിരായുഹു, ചിലർക്ക് ദീർഘായുസ്സുണ്ട്, പക്ഷേ ശീലമംഗലം ക്വചിത്, സ്ത്രീകളോട് ഒരു ഇണക്കം കാണിക്കുന്ന, അതായത് പ്രേമാർദ്രമായിട്ടൊക്കെ സംസാരിക്കണ്ടേ, അങ്ങനെയുള്ളവരെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ അത് ഇല്ല ചിലർക്ക്. അതിവിടെ ഉദ്ദേശിക്കുന്നത് മാർക്കണ്ഡേയ മഹർഷിയെയൊക്കെയാണ്. അവർ ഒരുപാട് കാലം ജീവിച്ചിരിക്കും, അതൊരു സ്ത്രീയെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. പക്ഷേ സ്ത്രീകളോട് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ പെരുമാറണമെന്ന് ഇക്കൂട്ടർക്ക് അറിയില്ല. ഇനി ക്വചിത്, ചിലർക്ക് തത് അസ്തി, ഇങ്ങനെയുള്ള ഗുണമുണ്ട്. അതായത് സ്ത്രീകളെ പാട്ടിലാക്കാൻ അറിയാം, അവരോട് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പക്ഷേ അവരുടെ ആയുസ്സിന് സ്ഥിരതയില്ല. ആയുഷഃ വേദ്യം ന, അത് ഈ ഹിരണ്യകശിപുവിനെ പോലെയുള്ള അസുര പ്രമുഖന്മാരെ കുറിച്ചാണ്. അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമുള്ളവരാണ്, പക്ഷെ അവരുടെ ഈ അധാർമിക സ്വഭാവം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം. എന്നാൽ ഇത് രണ്ടും ഒരാളിലുണ്ട്. എത്ര കുത്ര ഉഭയം ച, ആ ആളാകട്ടെ പക്ഷേ അമംഗളഃ, അശുഭചേഷ്ടിതങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു. അത് സാക്ഷാൽ മഹാദേവനാണ്. മഹാദേവൻ ഇത് രണ്ടുമുണ്ട്. ആയുസ്സുണ്ട്, സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്നറിയാം. കാരണം ദേവിയെ, മഹാദേവിയെ, പാർവതി ദേവിയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ശ്മശാനവാസിത്വം കൊണ്ട് അശുഭനായിരിക്കുന്നു. കാരണം ഇത് ലക്ഷ്മി ദേവിയാണ്, ശുദ്ധി വളരെ പ്രധാനമാണ്. അങ്ങനെ ദേവി നോക്കിയപ്പോൾ ഒരാളേ ഉള്ളൂ എല്ലാം തികഞ്ഞവനായിട്ട്. സുമംഗലഃ, ശുഭലക്ഷണ സമ്പന്നനാണ്, പക്ഷേ ആ ആൾക്ക് മാം ഹി ന കാംക്ഷതേ, എന്നെ ശ്രദ്ധിക്കുന്നു പോലുമില്ല. അതാണ് മഹാവിഷ്ണു. കാരണം മഹാവിഷ്ണു എപ്പോഴും ആത്മാഭിരാമനാണ്, തന്നിൽ താൻ ലയിച്ചിരിക്കുന്ന ആനന്ദ സ്വരൂപനായതുകൊണ്ട് മഹാവിഷ്ണുവിന് ഇനി ഒരു രസത്തിന് വേണ്ടി മറ്റൊരാളെയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. 23-ാമത്തെ ശ്ലോകം. ഏവം വിമൃശ്യ അവ്യഭിചാരി സദ്ഗുണൈർ വരം നിജ ഏകാശ്രയതയാ അഗുണാശ്രയം വവ്രേ വരം സർവഗുണൈഹി അപേക്ഷിതം രമാമുകുന്ദം നിരപേക്ഷം ഈപ്സിതം. ഏവം, ഇപ്രകാരം വിമൃശ്യ, ആലോചിച്ച്, രമ ലക്ഷ്മീദേവി നിരപേക്ഷം, തന്നെ കാക്ഷിക്കുന്നില്ല എന്ന് മനസ്സിലായെങ്കിലും അവ്യഭിചാരി സദ്ഗുണൈഹി, എന്നും നിലകൊള്ളുന്ന ഉത്തമ ഗുണങ്ങളാലും നിജ ഏകാശ്രയതയാ, തൻ്റെ കാര്യങ്ങൾക്ക് താൻ തന്നെ ആശ്രയമായിരിക്കുന്നവനും വരം സർവോത്തമനായി അഗുണാശ്രയം, പ്രാകൃതിക ഗുണങ്ങൾക്ക് ആശ്രയമല്ലാത്തവനായി സർവഗുണൈഹി അപേക്ഷിതം, അണിമാദികളായ സമസ്ത ഐശ്വര്യ സിദ്ധികളാൽ കാക്ഷിക്കപ്പെട്ടവനായും ഇരിക്കുന്ന മുകുന്ദം ഭഗവാൻ ശ്രീഹരിയെ ഈപ്സിതം വരം, തനിക്ക് ആഗ്രഹത്തിനൊത്ത, തൻ്റെ ആഗ്രഹത്തിനൊത്ത വരനായിട്ട് വവ്രേ വരിച്ചു. അപ്പോൾ ലക്ഷ്മി ആരുടെ കൂടെയാണ് സ്ഥിരമായിട്ട് നിൽക്കുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആരാണോ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് തനിക്കൊന്നും വേണ്ട എന്ന രീതിയിൽ ഇരിക്കുന്നത്, അവരുടെ കൂടെ ലക്ഷ്മി ഉണ്ടാകും. ലക്ഷ്മി എന്ന് വെച്ചാൽ സമ്പത്ത് എന്ന് മാത്രമല്ല, അതായത് ബാഹ്യമായ സമ്പത്ത് എന്ന് മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു സുഖ സമൃദ്ധിയുടെ സമ്പത്ത്.
അതാണ് ലക്ഷ്മി ദേവി. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു നിറവ്, തൃപ്തി ഉണ്ടാകുന്നത്. 24-ാമത്തെ ശ്ലോകം. തസ്യ അംസദേശ ഉശതീം നവ കഞ്ചമാലാം മാദ്യൻ മധുവ്രത വരൂധ ഗിരാ ഉപഘുഷ്ണാം തസ്ഥൗ നിധായ നികടേ തദുര സ്വധാമ സവ്രീഡഹാസ വികസൻ നയനേന യാത. തസ്യ ആ ശ്രീഹരിയുടെ അംസദേശേ തോളത്ത് അഥവാ കഴുത്തിലായിട്ട് ഉഷതീം നവകഞ്ചമാലാം കമനീയമായ ആ പുത്തൻ ചെന്താമരപ്പൂമാലയെ നിധായ അർപ്പിച്ചു. ഇവിടെ മാദ്യൻ മധുവ്രത വരൂധഗിര ഉപഘുഷ്ടാം എന്നൊക്കെ പറയുന്നത് ഈ പുഷ്പത്തിന്റെ തേൻ നുകരാൻ വണ്ടുകൾ വന്നു നിന്നു എന്നൊക്കെയുള്ള ഒരു ഉപമയാണ്, അലങ്കാരമാണ്. അപ്പോൾ ഇവിടെ പുത്തൻ ചെന്താമരപ്പൂമാലയെ ഭഗവാന്റെ കഴുത്തിൽ അർപ്പിച്ച് സ്വധാമ താൻ കുടികൊള്ളേണ്ട സ്ഥാനമായ തത് ഉരഹ ആ ഭഗവാന്റെ ഉരസ്ഥാനം മാറിലേക്ക് സവ്രീഡഹാസ വികസൻ നയനേന ലജ്ജാസഹിതമായ മന്ദഹാസത്താൽ വികസിക്കുന്ന കണ്ണുകൊണ്ട് യാത. അതായത് ഉരസിൽ ആദ്യം കണ്ണുകൊണ്ട് എത്തിച്ചേർന്നു. അപ്പോൾ അവിടെയാണ് ഭഗവാൻ തന്നെ ഇരുത്തുക എന്ന് ലക്ഷ്മി ദേവിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ ആ ഉരസിലേക്ക് ദേവി നോക്കുകയാണ്. ഇങ്ങനെ ആ ഭഗവാന്റെ നികടേ തസ്ഥൗ ഭഗവാന്റെ സമീപത്തിൽ ലജ്ജയോടെ അങ്ങനെ ലക്ഷ്മി ദേവി നിൽക്കുകയാണ്. 25-ാമത്തെ ശ്ലോകം. തസ്യാഹ ശ്രിയഃ സ്ത്രീജഗതോ ജനകോ ജനന്യ വക്ഷോ നിവാസമകരോത് പരമം വിഭൂതേഃ ശ്രീഃ സ്വാഹ പ്രജാഃ സകരുണേന നിരീക്ഷണേന യത്ര സ്ഥിത ഐധയത സ അധിപതീൻ ത്രിലോകാൻ. ത്രിജഗതഃ ജനകഃ മൂന്ന് ലോകത്തിൻ്റെയും പിതാവായ ഭഗവാൻ, ജനന്യാഹ ഇതേപോലെ തന്നെ മൂന്ന് ലോകത്തിൻ്റെയും മാതാവും, വിഭൂതേഹേ വിവിധ ഐശ്വര്യങ്ങളുടെ അധിഷ്ഠാത്രിയുമായ തസ്യാഹ ശ്രിയഃ ആ ശ്രീ ഭഗവതിക്ക് വക്ഷഃ തൻ്റെ മാറിടത്തെ പരമം നിവാസം സുസ്ഥിരമായ വാസസ്ഥാനമാക്കി അകരോത് കൽപ്പിച്ചു. ശ്രീഹി ശ്രീ ഭഗവതിയാകട്ടെ യത്ര ശ്രീനിവാസന്റെ ആ തിരുമാറിൽ സ്ഥിതയായിട്ട് സ കരുണേന കരുണാമസൃണമായ നിരീക്ഷണേന കടാക്ഷ വീക്ഷണത്താൽ സ്വാഹ പ്രജാഹ തൻ്റെ സന്താനങ്ങളായ ത്രിലോകാൻ ത്രിലോകവാസികളെ സ അധിപതീൻ ലോകാധിപന്മാരോടുകൂടെ ഐധയത സമൃദ്ധരാക്കിക്കൊണ്ടുവന്നു. മഹാവിഷ്ണുവിന്റെ തിരുമാറിൽ വിളങ്ങുന്ന ലക്ഷ്മി ദേവി തൻ്റെ മക്കളായ എല്ലാ ലോകവാസികളെയും തൻ്റെ തൃക്കൺ പാർത്തുകൊണ്ട് എല്ലാവരെയും ഐശ്വര്യ സമൃദ്ധരാക്കുന്നു. അങ്ങനെ പിന്നെ അവിടെ ഒരു വിവാഹ മംഗളാഘോഷമാണ് നടക്കുന്നത്. 26 ശംഖതൂര്യ മൃദംഗാനാം വാദിത്രാണാം പൃഥുസ്വനഃ ദേവാനുഗാനാം സസ്ത്രീണാം നൃത്യതാം ഗായതാം അഭൂത്. ശംഖ്, ഭേരി, മൃദംഗം ഇങ്ങനെയുള്ള വാദിത്രാണ വാദ്യങ്ങളുടെയും സസ്ത്രീണാം അപ്സര സ്ത്രീകളുടെ നൃത്യതാം ആട്ടം, ഗായതാം പാട്ട്, ഇങ്ങനെ ഒപ്പം ദേവാനുഗാനം ദേവാനുചരന്മാരുടെയും പൃഥുഹു വമ്പിച്ച സ്വനഃ ശബ്ദകോലാഹലം അഭൂത് സംഭവിച്ചു. 27-ാമത്തെ ശ്ലോകം. ബ്രഹ്മരുദ്ര അങ്കിരോ മുഖ്യാഃ സർവേ വിശ്വസൃജോ വിഭും ഈഡിരേ അവിതഥൈർ മന്ത്രൈഃ തല്ലിംഗൈഃ പുഷ്പവർഷിണഃ. ബ്രഹ്മരുദ്ര അങ്കിരോ മുഖ്യാഃ ബ്രഹ്മാവ്, രുദ്രൻ, അങ്കിരസ് മുതലായ വിശ്വസൃജഃ വിശ്വസ്രഷ്ടാക്കൾ സർവേ എല്ലാവരും പുഷ്പവർഷിണഃ പുഷ്പവർഷം ചെയ്തുകൊണ്ട് വിഭും വിഭുവായ ഭഗവാൻ ശ്രീഹരിയെ തല്ലിംഗൈഹി ആ ഭഗവാന്റെ മാഹാത്മ്യത്തെ ദ്യോതിപ്പിക്കുന്ന അവിതഥൈഹി വർണ്ണനാപരങ്ങളായ മന്ത്രൈഹി വേദസൂക്തങ്ങളാൽ ഈഡിരെ സ്തുതിച്ചു. 28-ാമത്തെ ശ്ലോകം.
ശ്രിയാ വിലോകിതാ വേദാഃ സ പ്രജാപതയഃ പ്രജാഃ ശീലാദിഗുണസമ്പന്നാ ലേഭിരേ നിർവൃതിം പരാം. ദേവാഹ ദേവന്മാരും സ പ്രജാപതയഃ പ്രജാപാലകന്മാരോടുകൂടിയും ഇരിക്കുന്ന പ്രജാഹ പ്രജകളും ശ്രിയാ ശ്രീ ഭഗവതിയാൽ വിലോകിതാഹ കടാക്ഷിക്കപ്പെട്ട് ശീലാദി ഗുണസമ്പന്നാഹ സൗശീല്യാദി സദ്ഗുണങ്ങൾ തികഞ്ഞവരായി പരാം നിർവൃത്തിം ലേഭിരേ അത്യധികമായ ആനന്ദത്തെ പ്രാപിച്ചു. ലക്ഷ്മീദേവി അവിടെ കൂടിയ എല്ലാവരെയും തൻ്റെ ആ കടാക്ഷം കൊണ്ടൊന്ന് അനുഗ്രഹിച്ചു. എന്നാൽ അവിടെയുള്ള ദൈത്യന്മാരുടെ നേർക്ക് ദേവിയുടെ നോട്ടം പതിഞ്ഞില്ല. അതുകൊണ്ട് അവർ നിർബലന്മാരായി എന്ന് പറയുന്നു. 29-ാമത്തെ ശ്ലോകം. നിസ്സത്വാലോലുപാരാജൻ നിരുദ്യോഗാഗതത്രപാഹ യഥാച ഉപേക്ഷിതാ ലക്ഷ്മ്യാ ബഭ്രുവുഹു ദൈത്യദാനവാഹ. അല്ലയോ രാജാവേ, ദൈത്യദാനവാഹ ദൈത്യന്മാരും ദാനവന്മാരുമായ അസുരന്മാർ യഥാച എപ്പോൾ ലക്ഷ്മ്യാ ഉപേക്ഷിതാഹ ലക്ഷ്മീദേവിയാൽ ഉപേക്ഷിക്കപ്പെട്ടവരായോ അപ്പോൾ നിസ്സത്വാഹ നിർബലന്മാരും നിരുദ്യോഗാഹ നിരുത്സാഹികളും ഗതത്രപാഹ നിർലജ്ജന്മാരും ലോലുപാഹ അത്യാശ പിടിച്ചവരുമായി ബഭൂവുഹു ഭവിച്ചു. 30. അഥാസീദ് വാരുണീ ദേവി കന്യാ കമലലോചന അസുര ജഗൃഹുഹു താം വൈ ഹരേഹേ അനുമതേനതേ. അഥ വീണ്ടും മഥനം നടന്നുകൊണ്ടിരിക്കെ വാരുണി വരുണനുമായി ബന്ധപ്പെട്ട ദേവി സുരാദേവി മദ്യത്തിന്റെ ദേവത കമലലോചന ചുവന്ന കണ്ണിണയോടുകൂടിയ കന്യാ ആസീത് ഒരു പെൺകുട്ടിയായി ആവിർഭവിച്ചു. താം വൈ അവളെ ആ വാരുണീ ദേവിയെ ഹരേഹെ അനുമതേന മഹാവിഷ്ണുവിന്റെ അനുമതിയോടെ തേ അസുരാഹ അസുരന്മാർ ജഗൃഹുഹു സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴും എത്ര നല്ലവരായ ആളുകളായാലും അമിതമായി മദ്യപാനം ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലെ ആസുരികത പുറത്തു വരുന്നത്. 31. അധ ഉദധേഹേ മധ്യമാനാത് കാശ്യപൈ അമൃതാർത്ഥിഭിഃ ഉദതിഷ്ഠൻ മഹാരാജ പുരുഷ പരമാദ്ഭുതഃ. ഹേ മഹാരാജ, അമൃത അർത്ഥിഭിഃ അമൃതാഭിലാഷികളായ കാശ്യപൈഹി ആ ദേവാസുരന്മാരാൽ അധ വീണ്ടും മധ്യമാനാത് മഥനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഉദധേഹേ ആ പാൽക്കടലിൽ നിന്ന് പരമാദ്ഭുത അത്യാശ്ചര്യപ്രദനായ പുരുഷ ഒരു പുരുഷൻ ഉതതിഷ്ഠത് ഉത്ഥാനം ചെയ്തു. ആ വന്നത് സാക്ഷാൽ ധന്വന്തരി മൂർത്തിയായിരുന്നു. ആ ധന്വന്തരി മൂർത്തിയെ വർണ്ണിക്കുകയാണ് അടുത്ത 3 ശ്ലോകങ്ങളിലായിട്ട്. 32. ദീർഘപീവരദോർദണ്ഡഃ കമ്പുഗ്രീവ അരുണേക്ഷണഃ ശ്യാമളസ്തരുണഃ സ്രഗ്വീ സർവാഭരണഭൂഷിതഃ പീതവാസാ മഹോരസ്കഃ സുമൃഷ്ടമണികുണ്ഡലഃ സ്നിഗ്ധകുഞ്ചിതകേശാന്തഃ സുഭഗ സിംഹവിക്രമഃ അമൃതാപൂർണകലശം ബിഭ്രത് വലയഭൂഷിതഃ സ വൈ ഭഗവതഃ സാക്ഷാത് വിഷ്ണോഃ അംശാംശസംഭവഃ ധന്വന്തരി ഇതി ഖ്യാത ആയുർവേദ ദൃഗ് ഇജ്യഭാഗ്. ആയുർവേദ ദൃഗ് ഇജ്യഭാഗ്. ദീർഘപീവരദോർദണ്ഡഃ നീണ്ടു തടിച്ച കൈത്തണ്ടകളോടുകൂടിയവനായി കമ്പുഗ്രീവഃ ശംഖുപോലെ 3 രേഖകൾ അങ്കിതമായിട്ടുള്ള കണ്ഠത്തോടുകൂടി അരുണേക്ഷണഃ ചുവന്ന കണ്ണുകൾ ശ്യാമളഃ തരുണഃ യൗവനയുക്തൻ സ്രഗ്വി പൂമാലയണിഞ്ഞവൻ സർവാഭരണഭൂഷിതഃ പീതവാസാഹ മഞ്ഞപ്പട്ട് മഹോരസ്കഃ വിരിഞ്ഞ മാറിടത്തോടുകൂടിയവൻ സുമൃഷ്ടമണി കുണ്ടലഃ തിളക്കം കൊള്ളുന്ന രത്നകുണ്ടലങ്ങൾ സ്നിഗ്ധകുഞ്ചിത കേശാന്തഃ മിനുത്ത് അറ്റം ചുരുണ്ട തലമുടിയോടുകൂടിയവൻ സിംഹവിക്രമഃ വലയഭൂഷിതഃ വളകളൊക്കെ അണിഞ്ഞ് സുഭഗഃ സുന്ദരനായി
അമൃതാപൂർണ കലശം, അമൃതുകൊണ്ട് നിറഞ്ഞ കുംഭത്തെ ബിഭ്രത് വഹിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന സഹവൈ, ആ പുരുഷനാകട്ടെ ഭഗവതഃ സാക്ഷാത് വിഷ്ണോഹോ അംശാംശ സംഭവ, മഹാവിഷ്ണുവിന്റെ അംശത്തിന്റെ അംശം കൊണ്ട് അവതരിച്ചവനും, യിജ്യഭാഗ് യജ്ഞങ്ങളിൽ ഹവിർഭാഗത്തിന് അധികാരിയും, ധന്വന്തരി ഇതി ഖ്യാതഃ ആയുർവേദദൃക്, ധന്വന്തരി എന്ന പേരിൽ വിഖ്യാതനായ ആയുർവേദ വിജ്ഞാനത്തിന്റെ പ്രവർത്തകനായിരുന്നു. ധന്വന്തരി മൂർത്തി ഉദ്ഭവിച്ച ആ കാഴ്ച കണ്ട് രസിക്കവേ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അസുരന്മാർ ഈ അമൃതകുംഭത്തെ ബലാത്കാരേണ തട്ടിയെടുത്തു. 35-ാമത്തെ ശ്ലോകം. തം ആലോക്യ അസുരാഹ സർവേ കലശം ച അമൃതാഭൃതം ലിപ്സന്ത സർവവസ്തൂനി കലശം തരസ അഹരൻ. അസുരാഹ സർവേ, അസുരന്മാർ മുഴുവനും, തം ആ ധന്വന്തരിയെയും, അമൃതാഭൃതം കലശം ച അമൃതപരിപൂർണമായ കലശത്തെയും ആലോക്യ കണ്ടിട്ട്, സർവവസ്തൂനി ലിപ്സന്തഃ എല്ലാ വസ്തുക്കളെയും അടക്കാൻ ആശിച്ചുകൊണ്ട്, കലശം ആ കലശത്തെ കുടത്തെ തരസ അഹരൻ ബലാത്കാരേണ തട്ടിയെടുത്തു. അതോടെ വിഷമിച്ച ദേവന്മാർ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. നീയമാനേ അസുരൈഹി തസ്മിൻ കലശേ അമൃതഭാജനെ വിഷണ്ണമനസോ ദേവാ ഹരിം ശരണമായയുഹു. അമൃതഭാജനെ തസ്മിൻ കലശേ, അമൃത നിറച്ച ആ കലശം, അസുരൈഹി നീയമാനേ അസുരന്മാരാൽ കൊണ്ടുപോകപ്പെടവേ, വിഷണ്ണ മനസഹ ദേവാഹ വിഷണ്ണചിത്തരായി ഭവിച്ച ദേവന്മാർ, ഹരിം ശരണം ആയയുഹു ശ്രീ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. 37-ാമത്തെ ശ്ലോകം. ഇതി തദ്ദൈന്യമാലോക്യ ഭഗവാൻ ഭൃത്യ കാമകൃത് മാ ഖിദ്യതമിഥോർത്ഥം വഹ സാധയിഷ്യേ സ്വമായയാ. ഇതി ഈ വിധം, തദ്ദൈന്യം അവരുടെ ദയനീയാവസ്ഥയെ ആലോക്യ കണ്ടിട്ട്, ഭൃത്യ കാമകൃത് ഭക്തന്മാരുടെ അഭീഷ്ടത്തെ നിറവേറ്റിക്കൊടുക്കുന്ന ഭഗവാൻ അവരോട് പറഞ്ഞു, മാ ഖിദ്യത ഖേദിക്കരുത്, വഹ അർത്ഥം നിങ്ങളുടെ കാര്യം, സ്വമായയ എന്റെ മായ കൊണ്ട്, മിഥഹ അവർക്കിടയിൽ വഴക്കുണ്ടാക്കി തീർത്ത് ഞാൻ സാധയിഷേ സാധിപ്പിച്ചുകൊള്ളാം. ഭഗവാന്റെ മായ പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ഫലമായിട്ട് അസുരന്മാർ തമ്മിൽ വഴക്ക് കൂടാൻ തുടങ്ങി. ഞാനാണ് ആദ്യം ഇതെടുത്തത്, ഞാൻ ആദ്യം തുറക്കും, ഇങ്ങനെ. അതാണ് 38-ാമത്തെ ശ്ലോകം. മിഥഃ കലിഹി അഭൂത് തേഷാം തദർത്ഥേ തർഷചേതസാം അഹം പൂർവം നത്വം നത്വം ഇതി പ്രഭോ. ഹേ പ്രഭോ, തദർത്ഥേ ഈ അമൃതിനു വേണ്ടി, തർഷചേതസാം കൊതിമൂത്ത ചിത്തത്തോടുകൂടിയ, തേഷാം മിഥഃ അവർക്കിടയിൽ, കലിഹി അഭൂത് കലഹമുദ്ഭവിച്ചു, അഹം പൂർവം ഞാൻ മുന്നേ, നത്വം നീയല്ല ഇതി ഇങ്ങനെ തർക്കമായി. ഇതിൽ അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അസുരന്മാർക്കിടയിലും സനാതനമായ ധർമ്മം എന്താണ് എന്നതിനെ കുറിച്ച് ബോധമുള്ളവർ ഉണ്ടായിരുന്നു. അവർ ദേവന്മാർക്കു വേണ്ടി വാദിച്ചു. കുറച്ചുപേർ അവർ പറഞ്ഞു, ദേവന്മാർക്കും ഇതിന് അർഹതയുണ്ട്, അതുകൊണ്ട് ഇത് നമ്മൾ മാത്രം ഇങ്ങനെ കഴിക്കുന്നത് ശരിയല്ല. എന്നാൽ ഇവർ പറഞ്ഞതിനെ ആരും പരിഗണിച്ചില്ല. 39-40 ശ്ലോകങ്ങൾ. ദേവാഹ സ്വം ഭാഗമർഹന്തി യേ തുല്യ ആയാസഹേതവഃ സത്രഭാഗ ഇവ ഏതസ്മിൻ ഏഷ ധർമ്മ സനാതനഃ ഇതി സ്വാൻ പ്രത്യഷേധൻ വൈ ദൈതേയോ ജാതമത്സരാഹ ദുർബലാഹ സബലാൻ രാജൻ ഗൃഹീത കലശാൻ മുഹുഹു. യേ യാതൊരുവർ തുല്യ ആയാസഹേതവഃ തുല്യ പ്രയത്നം കൊണ്ട് ഈ കാര്യസിദ്ധിക്ക് കാരണഭൂതരായിരുന്നുവോ ആ ദേവന്മാർ, ദേവാഹ സത്രയാഗേ ഇവ സത്രയാഗത്തിൽ എന്നതുപോലെ, ഏതസ്മിൻ ഇതിലും, സ്വംഭാഗം അർഹന്തി തങ്ങൾക്കുള്ള പങ്കിനെ അർഹിക്കുന്നുണ്ട്. ഏഷഃ സനാതനഃ ധർമ്മഃ ഇത് സനാതനമായ ധർമ്മമാകുന്നു. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്തെ, ഇതി ഇങ്ങനെ, ജാതമത്സരാഹ അസഹിഷ്ണുത ബാധിച്ചവരും,
ദുർബലാഹ ശക്തി കുറഞ്ഞവരുമായ ദൈതേയാഹ ഏതാനും അസുരന്മാർ സബലാൻ ശക്തി കൂടിയവരും ഗൃഹീത കലശാൻ അമൃതകുംഭത്തെ കൈയടക്കി വച്ചിരിക്കുന്നവരുമായ സ്വാൻ സ്വജനങ്ങളെ മുഹുഹു വൈ അടിക്കടി പ്രത്യഷേധൻ വിലക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ അവർക്കിടയിൽ അടി നടക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു സ്ത്രീ രൂപത്തെ, മോഹിനി രൂപത്തെ ധരിച്ചു എന്ന് പറയുന്നു. 41 ശ്ലോകം. ഏതസ്മിൻ അന്തരേ വിഷ്ണു സർവോപായവിധീശ്വരഃ യോഷിത് രൂപം അനിർദ്ദേശ്യം ദധാര പരമാദ്ഭുതം. ഏതസ്മിൻ അന്തരേ ഇതിനിടയിൽ സർവ ഉപായവിത് സകല ഉപായങ്ങളുടെ പരിജ്ഞാതാവും ഈശ്വരഃ സർവശക്തനുമായിട്ടുള്ള വിഷ്ണു ഭഗവാൻ വിഷ്ണു പരമാദ്ഭുതം അനിർദ്ദേശ്യം അത്യാശ്ചര്യകരവും അവർണ്ണനീയവുമായ യോഷിത് രൂപം ഒരു സ്ത്രീ രൂപത്തെ ദധാര ധരിച്ചു. ഈ മായാമോഹിനി രൂപത്തെയാണ് ഇനി 5 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നത്. പ്രേക്ഷണീയ ഉത്പലശ്യാമം സർവ അവയവ സുന്ദരം സമാന കർണാഭരണം സുകപോല ഉന്നസാനനം നവയൗവന നിർവൃത്ത സ്തനഭാര കുശോദരം മുഖാമോദ അനുരക്താളി ഝങ്കാര ഉദ്വിഗ്നലോചനം ബിഭ്രത് സ്വകേശഭാരേണ മാലാം ഉത്ഫുല്ലമല്ലികാം സുഗ്രീവകണ്ഠാഭരണം സുഭുജ അംഗദഭൂഷിതം വിരജാംബര സംവീത നിതംബദ്വീപശോഭയാ കാഞ്ചാപ്രവിലസതുവൽഗു ചലച്ചരണനോപുരം സവ്രീഡസ്മിത വിക്ഷിപ്ത ഭ്രൂവിലാസവലോകനൈ ദൈത്യയൂഥപചേതസ്സു കാമമുദ്ദീപയൻ മുഹുഹു. പ്രേക്ഷണീയ ഉത്പലശ്യാമം കാഴ്ചയിൽ കമനീയവും നീലത്താമരയ്ക്ക് തുല്യം ശ്യാമാഭവും ആയിട്ടുള്ള സർവാവയവ സുന്ദരം സമാന കർണാഭരണം സുകപോല ഉന്നസ ആനനം തിളങ്ങുന്ന കവിൾത്തടവും ഉയർന്ന നാസികയും ചേർന്ന മുഖത്തോടുകൂടിയ നവയൗവന നിർവൃത്ത സനഭാര കൃശോദരം ഇടതൂർന്ന സ്തനങ്ങളുടെ ഭാരം കൊണ്ട് കൃശമായ ഉദരത്തോടുകൂടിയ മുഖാമോദ അനുരക്താളി ഝങ്കാര ഉദ്വിഗ്നലോചനം ആ മുഖസൗരഭ്യം നുണയാനെത്തിയ വണ്ടുകളുടെ ഝങ്കാരനാദത്താൽ സംഭ്രാന്തമായ കണ്ണിണയോടുകൂടിയ ഉത്ഫുല്ല മല്ലികാം വിരിഞ്ഞ മല്ലികൾ കൊണ്ട് തൊടുത്തുണ്ടാക്കിയ മാലാം മാലയെ സ്വകേശഭാരേണ തൻ്റെ ഭാരിച്ച കരിങ്കൂന്തൽ കെട്ടുകൊണ്ട് ബിഭ്രത് താങ്ങിയിരിക്കുന്ന സുഗ്രീവ കണ്ഠാഭരണം അഴകാർന്ന കഴുത്തിൽ നല്ല കണ്ഠാഭരണങ്ങൾ അണിഞ്ഞ സുഭുജ അംഗദഭൂഷിതം സുന്ദരമായ കൈകളിൽ തോൾവളകൾ അലങ്കരിച്ച വിരജാംബര സംവീത നിർമ്മലമായ ഉടുപ്പുടവ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന നിതംബദ്വീപശോഭയ നിതംബത്തിന്റെ കാന്തിയോടുകൂടി ചേർന്ന കാഞ്ച്യ ഓഡ്യാണത്താൽ പ്രവിലസത് പരിലസിക്കുന്ന വൽഗു ചലച്ചരണ നൂപുരം മനോഹരമായി കിലുങ്ങുന്ന കാൽച്ചിലങ്കകളോടുകൂടിയ സവ്രീഡസ്മിത വിക്ഷിപ്ത ലജ്ജാമിശ്രിതമായ മന്ദഹാസത്തോടെ വെട്ടിച്ച ഭ്രൂവിലാസ അവലോകനൈഹി തൻ്റെ ആ പുരികക്കൊടികളുടെ ശൃംഗാരചേഷ്ടയോടുകൂടിയ കടാക്ഷവീക്ഷണങ്ങളാൽ ദൈത്യയൂഥപചേതസു ആ അസുരത്തലവന്മാരുടെ മനസ്സുകളിൽ മുഹുഹു കാമം ഉദ്ദീപയേത് മേൽക്കുമേൽ മദനവികാരത്തെ വളർത്തിക്കൊണ്ടിരുന്നു. ഇതായിരുന്നു ഭഗവാന്റെ സുന്ദരമായ മോഹിനി രൂപം. ഈ ഒരു വർണ്ണനയോടെ അഷ്ടമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ഭഗവൻ മായോപലംഭനം നാമ അഷ്ടമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ
ഹരേ കൃഷ്ണ കൃഷ്ണ